ഈ പ്രേമമാണെന്ന് അറിഞ്ഞപ്പോൾ ഈ വീട്ടിലുണ്ടായ ഭൂകമ്പം എന്തായിരുന്നു? ഭൂകമ്പം ഈ വീട്ടിലായിരുന്നില്ല, ആ വീട്ടിലിരുന്നു. ഈ വീട്ടിൽ ഭൂകമ്പം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മളെ വിളിച്ചു, വോയിസ് കോൾ ചെയ്ത് സംസാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ കോൾ ചെയ്യാറുണ്ട്. വീഡിയോ കോൾ ചെയ്തപ്പോൾ കോളൊക്കെ എടുത്ത് വീണ്ടും കോളൊക്കെ എടുത്ത് നമ്മൾ ഒന്നുകൂടെ ഒരുങ്ങുമല്ലോ. പിന്നീട് നോക്കിയപ്പോ ഉണ്ട് പരിചയമുള്ളൊരു മുഖം ഇങ്ങനെ ഇരിക്കുന്ന ഫോൺ എടുത്തത്. ഫോൺ ഇങ്ങനെ പോയതാ പിന്നെ ഞാൻ കണ്ടുള്ളൂ. അതെങ്ങോട്ടായിരുന്നു ഫോൺ പോയത്? പോയത് കിണറ്റിലോട്ടാ. ഞാനിവിടെ ഒരു ആവശ്യമായിട്ട് വന്നതാണ് സ്കൂളില്. സ്കൂളില് ഏത് ക്ലാസ്സില്? സംഭവം ലോജിക്ക് ആവണില്ല, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. സാറിന്റെ കൂടെ വന്നതാ ഫ്രണ്ടായിട്ട്. ഇവരുടെ കല്യാണത്തിന് ഭയങ്കര വിറ്റായിരുന്നു. ഇവര് ഭയങ്കര ഹൈറ്റ് ഡിഫറൻസാ. ഒന്നുകൂടി ഞാൻ ഫ്രെയിമിന് പുറത്തു പോട്ടോ, അതാണ് സോറി. ഹൈറ്റ് കുറവുള്ള പെൺകുട്ടികൾക്ക് നല്ല ഹൈറ്റ് ഉള്ള പുരുഷന്മാരെ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടണ്ടായിരുന്നില്ല ആദ്യം. 10 സെന്റ് സ്ഥലത്തില് 2400 പിന്നെ കാർ പോർച്ച് അടക്കം 2500. 2 വെൽക്കമിങ് ഏരിയാസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്താ? ഇതൊരു മെയിൻ ലിവിങ്ങും ഇത് ഫാമിലി ലിവിങ്ങും. നമ്മളെ ഹൗസ് വാമിന്റെ ടൈമില് സാധാരണ എല്ലാവരും അടുക്കളയിലൊക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ നിൽക്കുക, പക്ഷെ അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങൾ പോയായിരുന്നില്ല. ജർമ്മൻ ഇനി റിസൾട്ടുകളെടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. അങ്ങനെ നമ്മൾ ആ പുതിയ ആശിച്ച് മോഹിച്ച് യാഥാർത്ഥ്യമാക്കിയ വീട്ടിലേക്ക് എത്തിയേക്കാണല്ലേ നൗഫില്? എത്ര കാലം കൊണ്ടാണ് ഈ ഒരു സ്വപ്നം മനസ്സിലിട്ട് വളർത്തിയത്? മനസ്സിലിട്ട് വളർത്തിയത് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. പണി തുടങ്ങുന്ന അന്ന് മുതലേ. ആണോ? അതുവരെ ഇങ്ങനെ ഒരു വീടിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നോ? വീട് ആലോചിക്കാന്ന് വെച്ചാൽ പറഞ്ഞാലോ, അവിടുന്ന് നമുക്ക് തൽക്കാലം റോഡ് സൈഡിലുള്ള ഒരു വീട് എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത്ര വലിയ വീട് ഞാൻ ആശിച്ചില്ല. എന്താ വെച്ചാ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്? ഇത് 10 സെന്റ് സ്ഥലത്തില് 2400 പിന്നെ കാർ പോർച്ച് അടക്കം 2500 സെന്റ് വരുന്നു. എന്നെ ആദ്യം ഈ വീട്ടിലേക്ക് അട്രാക്ട് ചെയ്തെന്താന്ന് അറിയോ? ഈ മരമല്ലേ. സാധാരണ എല്ലാരും പുറത്താ വെക്ക, ഞാൻ ഔത്താ. ഇനി നമ്മൾ വീണ്ടും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ 2 എന്താ പറയാ ഒരു വെൽക്കമിങ് ഏരിയാസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്താ? ഇതൊരു മെയിൻ ലിവിങ്ങും ഇത് ഫാമിലി ലിവിങ്ങും. ഈ ലൈറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, അധികം ഇലക്ട്രിസിറ്റി ഒന്നും കൺസ്യൂം ചെയ്യാത്ത ചെറിയ ചെറിയ ഭംഗിയുള്ള ലൈറ്റുകൾ. ഏതാണോ മാസ്റ്റർ ബെഡ്റൂം? അല്ല, മാസ്റ്റർ ബെഡ്റൂം മുകളിലാ. താഴെ 2 ബെഡ്റൂമാണുള്ള, മുകളിൽ 2 ബെഡ്റൂമാണുള്ള. നല്ല ഭംഗിയുള്ള ഫോട്ടോ ഫ്രെയിം ഒക്കെ. വൈഫിന്റെ ഡിസൈനിങ് ആണ് ഒക്കെ, വൈഫിന്റെ ആണ്. ഇനി വാവ ഇങ്ങോട്ട് മറയാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം വാവ ഞങ്ങളുടെ അടുത്തേ കിടക്കുള്ളൂ. അപ്പൊ വാവനെ ഇനി അഥവാ മറയാതിരിക്കാൻ വേണ്ടിട്ട് വാവന്റെ ഇത് പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു വിശാലമായ ബാൽക്കണി പോലെ തോന്നിക്കുന്ന ജനലുണ്ടല്ലേ? ജനലുണ്ട്. അല്ല, നമ്മൾ മെയിൻ ആയിട്ട് യൂട്യൂബിന്റെ പർപ്പസ് ആവുകൊണ്ട് കുറെ ഫ്രെയിംസ് ഉണ്ടാക്കി വെച്ചിരിക്കണം വീട്ടിലല്ലേ. ഞാൻ അവിടെ ഓൾക്കിരുന്ന് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങനെയൊക്കെ കാര്യമായി മേക്കപ്പ് ചെയ്യുന്ന ആളാണോ ഭാര്യ? അല്ല, ഉണ്ടാക്കി വെച്ച എന്നെ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യണം തോന്നിയാലോ. ഈ ഏരിയ നമ്മൾ മറന്നുപോയി. വരൂ, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത സാധനങ്ങളാണോ? അത് ലിവിങ് ചെറിയൊരു ലിവിങ് ആണ്. പക്ഷെ ആ ചെറിയ ലിവിങ് ആവശ്യമുള്ള സോഫ മാത്രം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഈ വീടിന്റെ ഏറ്റവും ഗംഭീരമായ ഏരിയ എന്ന് ഞാൻ കേട്ടത് അടുക്കളയാണ്. അടുക്കള ഒന്ന് കാണാനായിട്ട് നമ്മളെ ഹൗസ് വാമിന്റെ ടൈമില് സാധാരണ എല്ലാവരും അടുക്കളയിലൊക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ നിൽക്കുക, പക്ഷെ അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങൾ പോയായിരുന്നില്ല. കാരണം ഇത് എന്താ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് ഉള്ളതായിരുന്നു എല്ലാവരും സംശയം. അതാണ്. ഇതൊക്കെ എന്താ, തടിയാണോ? ഇതെല്ലാം കരിവാക എന്ന് നമ്മുടെ നാട്ടിൽ കരിവാക എന്ന് പറയും. പക്ഷെ ഇതൊന്നും നമ്മൾ വരച്ചതല്ല, ഈ തടിയുടെ തന്നെ ഡിസൈനാണ്. അതായത് ആ തടിയുടെ കാതല് എന്ന് പറയും. അതായത് അങ്ങനത്തെ കാതൽ വെച്ച് നമ്മൾ ക്ലിയർ അടിച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് പ്രയർ റൂം ആണല്ലേ? ഇത് പ്രയർ റൂമാണ്. വളരെ മിനിമൽ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു പ്രയർ. വീട്ടിൽ ഇത്ര ആളല്ലേ ഉണ്ടാവുള്ളൂ, അവർക്ക് മനസ്സിലായി. വീണ്ടും നമ്മളുടെ
വാഷ് ബേസിൻ ഏരിയ വരുന്നു. വാഷ് ബേസിൻ ഏരിയയിൽ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതൊരു പാർട്ടീഷൻ മാത്രമാ, ചെന്നത് കാണാനൊരു ഭംഗി വേണേ. ഇവിടെ ഞാൻ മറ്റൊരു സാധനം കണ്ടു ഗൈസ്. ഇതൊരു ഭിത്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഇതൊരു ഭിത്തി മാത്രമല്ല, ഇതിനിടയിൽ ഒരു വാഷ്റൂമും ഉണ്ട്. ഒരു കോമൺ ടോയ്ലറ്റ് ആണ്. ഇനിയാണ് നമ്മൾ ആ കാത്തുകാത്തിരുന്ന ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത് ഗൈസ്, നമ്മളുടെ കിച്ചണിലേക്ക്. എന്റെ ദൈവമേ, ഇത് ഫുൾ വൈറ്റ് മയമാണല്ലോ. നമ്മളൊരു വീട്ടില് എപ്പോഴും വൃത്തിയിൽ കൊണ്ടു നടക്കേണ്ട സ്ഥലം കിച്ചണാണ്, അല്ലേ? കാരണം നമ്മള് ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ എന്താണെങ്കിലും അത് വൃത്തിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കിച്ചണിന്ന് വരുള്ളൂ. അപ്പൊ ഇത് വൈറ്റിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ഇന്നൊരു പേടി ഉണ്ടാവൂല. ഭാര്യ പറഞ്ഞായിരുന്നോ എനിക്കിത് വൈറ്റ് വേണം? അല്ല, ഓൾക്ക് വൈറ്റ് കിച്ചൺ കൺസെപ്റ്റ് ആയിരുന്നു, ഓളെ ഇഷ്ടമാണ് വൈറ്റ് കിച്ചൺ. ആണോ? ആ, അപ്പൊ ഞാനത് വേറെ രീതിക്കാണ് ചിന്തിച്ചേ. വൈറ്റ് കിച്ചൺ ആകുമ്പോൾ ഇവര് നേരെ വൃത്തിക്ക് കൊണ്ടു നടക്കും. അപ്പൊ കിച്ചൺ ഒരാള് പുറത്തുനിന്ന് വരികയാണെങ്കിൽ അവിടെ കിച്ചൺ അടിപൊളിയാണ്. ഇവിടെ ഏറ്റവും സന്തോഷത്തോടെ അല്ലെങ്കിൽ ഏറ്റവും ക്യൂരിയോസിറ്റിയോട് കൂടി ചെയ്ത് എന്ത് ഏരിയ ആയിരുന്നു? ഇവിടെ മൊത്തം ക്യൂരിയോസിറ്റിയോട് ചെയ്യുന്ന അടുപ്പന്നല്ലേ വെച്ച് നമുക്ക് ഭക്ഷണം കിട്ടണം. അതെ. ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വാഷിംഗ് മെഷീൻ എവിടെ, ഇനി അത് അങ്ങനെ ഒന്നും ഇല്ലേന്ന്. അതാണ് വാഷിംഗ് മെഷീൻ. എവിടാണ് വാഷിംഗ് മെഷീൻ? ഇവിടാണ്. അതായത് എല്ലാം കുടക്കീഴിൽ എന്ന് പറഞ്ഞ മാതിരി കിച്ചണിന്ന് വേറെ എങ്ങോട്ട് പോകണ്ട. ഓല് കിച്ചണിൽ രാവിലെ കയ്യും കാലും കഴുകിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് കയറുകയാണെങ്കിൽ തിരുമ്പലും വെക്കലും കുടിക്കലും ഒക്കെ ഇവിടെ തന്നെ. പിന്നെ ഇതിൽ തന്നെ നമുക്കൊരു സ്റ്റോർ റൂം വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ ഒക്കെ ഇനി ഓരോ പോയിന്റ് ഇട്ട് കൊടുത്ത് എന്തിനാണെന്നറിയോ? എന്തിനാ? ഈ ഗ്ലാസ് വെച്ചിട്ട് ഈ വെളിച്ചം ഈ കിച്ചണെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഉപയോഗിക്കാനുള്ള പ്ലേറ്റ്സ് മാത്രം. എല്ലാ മലയാളികളുടെ വീട്ടിലും മസ്റ്റ് ആയിട്ടുള്ള സാധനം അല്ലെ, ഒരിക്കലും ഉപയോഗിക്കാത്ത കുറെ പ്ലേറ്റുകൾ. അത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ നിന്നും വാങ്ങാതെ ബാംഗ്ലൂർ പോയി വാങ്ങി വന്നിട്ടുണ്ട്. അത് ശരി. പിന്നെ കുറച്ച് ഡെക്കോർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഇതാണല്ലേ മാസ്റ്റർ ബെഡ്റൂം? ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം. കൊള്ളാലോ, ഇങ്ങനെ ഒരു വലിയ കണ്ണാടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഫുൾ ആയിട്ട് ഒരാൾ കാണാനുള്ള കണ്ണാടിയാണ്. കൊള്ളാം, നല്ല കണ്ണാടി. ഓക്കെ, അവിടെയും ഒരു വാഷ് ഏരിയ ഉണ്ട് അല്ലേ? ഈ വീട്ടിലെ വലിയ ബെഡ്റൂം ഇതാണ്, വലിയ വാഷ്റൂം ഇതാണ്. സത്യത്തിൽ ഈ ഒരു വീഡിയോയിൽ ഉമ്മ അല്ലാതെ പോയി, അപ്പൊ ഭയങ്കര കോമഡി ആയേനെ. അതെ, അതായത് നമ്മൾ പണ്ടിരുന്ന വീട്ടിൽ വാഷ്റൂമേ ഇല്ല, വേറൊരു റൂം, അങ്ങനെ വേറൊരു ആളെ വീട് ആശ്രയിച്ചതാ. ഇന്ന് ഈ വീട്ടിൽ 5 വാഷ്റൂമുള്ളേ. അയ്യോ, അങ്ങനെ ഉണ്ടായിരുന്നോ? അത് ഉമ്മ വരണം, ഉമ്മ ഇല്ലാതെ പോയി. ആണോ? ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. നമ്മൾ പിന്നെയും കുറെയൊക്കെ അത് പറയണോ, ആളുകൾ വേറെ എന്താ വിചാരിക്കുക, ഉമ്മക്ക് ആ ഒരു വിചാരേ ഇല്ല. അങ്ങനെയാണ്, നിഷ്കളങ്കരായ ആളുകൾ എങ്ങനെയൊക്കെയാണ്. അതാണ്. അതായത് ഇത് ബാവിൻഡോ എല്ലാ വീട്ടിലും ഉണ്ട്. അതെ. ഇനി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ടല്ലേ? ഇങ്ങനെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. അത് കിഡ്സ് റൂം ആയിട്ട് ഉപയോഗിക്കണം വെച്ചിട്ടാണ്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് കാണിക്കാൻ മാത്രം ഒന്നുമില്ല, സാധാ ഒരു ബെഡ്റൂം. എന്തായാലും വളരെ ഭംഗിയായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ എസ്തെറ്റിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീട്. നൗഫലെ, ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു വീട്ടിലേക്ക് എത്തുമെന്ന് മനസ്സിൽ എവിടെയെങ്കിലും അറിയാമായിരുന്നോ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇതുപോലൊരു വീട് ഞാൻ വെച്ചിട്ടുള്ള കാര്യം. അപ്പോഴല്ലേ പിന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അപ്പോഴും ഭയങ്കര ഒരു ലോൺ പോലും എടുക്കാതെ ഇത്രയും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാന്നൊക്കെ പറയണത്, അതും 28ാമത്തെ വയസ്സിൽ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? ഞാൻ തന്നെ എന്നോട് ചോദിക്കുന്നത്, എനിക്ക് വീട് വെച്ചുക്കണമെന്ന് ചോദിക്കലുണ്ട്. അതായത് ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട് വീട് കണ്ട് മടുത്തു എന്ന്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ളത് എന്റെ വീടാണ്. അപ്പൊ പിന്നെ എത്ര ഇട്ടാലും എനിക്ക് മടുക്കണില്ല. സത്യമാണ്, അതെനിക്ക് മനസ്സിലാവും. നമുക്കേതായാലും നമ്മുടെ വീട്ടുകാരെ കാണാം. ഇവിടെ അളിയനും പെങ്ങളും പുറത്തിരിപ്പുണ്ട്. അങ്ങനെ ആകെ എനിക്ക് ഈ വീട്ടിൽ കണ്ടു കിട്ടിയ 2 ആൾക്കാരാണ് ഈ അളിയനും അനിയത്തിയും. ഇവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു പോയേനെ. കൊല്ലത്തുനിന്ന് ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്താ? പ്രഗ്നന്റ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇവര് പ്രേമമാണെന്ന് അറിഞ്ഞപ്പോൾ ഈ വീട്ടിലുണ്ടായ ഭൂകമ്പം എന്തായിരുന്നു? അതിപ്പോ എന്താ കൊറേയൊക്കെ ഉണ്ടായിക്കണേ. ഭൂകമ്പം ഈ വീട്ടിലായിരുന്നില്ല, ആ വീട്ടിൽ. ഈ വീട്ടില് ഭൂകമ്പം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് പുതിയ വീടല്ലേ? മെയിനായിട്ട് കുറച്ച് ഓർത്തൊക്കെ പറ്റിയ സാധനം എന്ന് പറയുമ്പോൾ, ഒരു ദിവസം ഞാൻ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ ഫോണായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യല്, വീഡിയോ കോളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ സമയത്ത്. ആ ദിവസം ഞാൻ ആളെ വീഡിയോ കോൾ ചെയ്യാണ്. അപ്പൊ ഇവര് അന്ന് നേരെ സേലത്തോട്ട് പോവല്ലേ, താത്താന്റെ അങ്ങോട്ട്. ഇവര് സേലത്തോട്ട് പോവാണ്, ട്രെയിനിലാണ്. അപ്പൊ ഞാൻ വീട്ടിലുണ്ട്. അപ്പൊ ഞാന് ചെറിയ ബനിയനും തൊട്ടിട്ടാണ് പോണു. എന്റെ വീട്ടിൽ തന്നെ റൂമിൽ ഇരുന്നിട്ട് ഫോണൊക്കെ ഇങ്ങനെ തലങ്ങനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച്
ഇനിയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇരിക്കാണ്. അപ്പൊ ഫസ്റ്റ് നമ്മളെ വിളിച്ചു, വോയിസ് കോൾ ചെയ്ത് സംസാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അപ്പൊ കാണാനല്ലോ വിചാരിച്ചിട്ട് അല്ലെ വീഡിയോ കോൾ ചെയ്താണ്. വീഡിയോ കോൾ ചെയ്തപ്പോ കോളൊക്കെ എടുത്ത് വീണ്ടും കോളൊക്കെ എടുത്ത് നമ്മൾ ഒന്നുകൂടെ ഒരുങ്ങുമല്ലോ. ഒരുങ്ങിട്ട് നോക്കിയപ്പോ ഉണ്ട് പരിചയമുള്ളൊരു മുഖം എങ്ങനെ ഇരിക്കുന്നത്. കാണിയനാ ഫോൺ എടുത്തത്. അതെന്താണ് ചക്കര, എവിടെ പോയ ഫോൺ? പിന്നെ അത് മാത്രല്ല, ഫസ്റ്റ് പിടിച്ചത് അവിടെ അല്ലായിരുന്നു. ഫസ്റ്റ് മൂത്തമ്മാന്റെ വീട്ടിൽ പോയപ്പോഴാണ് പിടിച്ചേ. അതേപോലെ വീഡിയോ കോൾ ചെയ്യായിരുന്നു. കാര്യമായിട്ടിരുന്ന് വർത്താൻ പറയുമ്പോ ഫോൺ ഇങ്ങനെ പോയതാ പിന്നെ ഞാൻ കണ്ടുള്ളൂ. അതെങ്ങോട്ടായിരുന്നു ഫോൺ പോയത്? ഫോണ് പോയത് കിണറ്റിലോട്ടാ. പിടിച്ചു. ഭയങ്കര ചൂടനാന്നേ. അയ്യോ, എറിഞ്ഞു പൊട്ടിച്ചോ? അല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ടോ അത് കഴിഞ്ഞ അടുത്ത ഫോണോ? ഇല്ല, ആ ഫോണ് പിന്നെ അതിനൊന്നും പറ്റിയില്ല. അത് പിന്നെ അവസാനം കിണറ്റിലിട്ട്. അത് അവസാനം പിന്നെ കിണറ്റിലാണ്. ആണ്. അപ്പൊ അവസാനം എന്നാലും ഈ ചേട്ടന്റെ വക ഉപദ്രവങ്ങൾ, മാനസികമായിട്ടുള്ള വേദനിപ്പിക്കലുകൾ ഇങ്ങനെ എന്തെങ്കിലും അല്ല ഉപദ്രവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരാള് ദൂരെ ഓൾറെഡി പോയി. അപ്പൊ ഉമ്മാക്ക് കൊച്ചിനെ ഇവിടെ അടുത്തെങ്കിലും കെട്ടിക്കണം. ഉമ്മന്റെ അടുത്ത് പറഞ്ഞെന്താ വെച്ചാ നമുക്ക് ചക്കരനെങ്കിലും ഒരു 5 മിനിറ്റ് ദൂരത്തേക്ക് എത്തിച്ചാൽ മതി. 5 മണിക്കൂർ ട്രാവൽ ചെയ്താലും അതായത് തലയിലൊരു വര ഉണ്ടെന്നുണ്ടെങ്കില് അത് വിധിച്ചത് വരച്ചത് എവിടെയാണോ അങ്ങോട്ടേക്ക് പോകും. അല്ല കാരണം മറ്റേ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പിന്നെ ഓൾറെഡി റോമിംഗ് ആണ്, സ്റ്റേറ്റ് വിട്ടിട്ടുള്ളതാണ്. മൂത്ത താത്ത തമിഴ്നാട്ടിലാണ്. അപ്പൊ അളിയന്റെ വെച്ച് നോക്കണമെങ്കിൽ അത് ജില്ല വിട്ടിട്ടാണ്. സംസ്ഥാനം തന്നെ പോയി. 2.5 മണിക്കൂർ കൊണ്ടൊക്കെ അത് പോയി വരാം. അതുകൊണ്ട് ഉമ്മാക്ക് ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ മോളെ അടുത്ത എവിടെയെങ്കിലൊക്കെ കെട്ടിക്കണമെന്ന്. പാലക്കാട് ജില്ലയെങ്കിലും മതി വിചാരിച്ചു. പക്ഷെ ഈ പറഞ്ഞ തലവര അതായതുകൊണ്ട് നേരെ തെക്കോട്ടൊക്കെ വിട്ട്. എങ്ങനെ ഈ തെക്കോട്ടുള്ള ആളെ കണ്ടുപിടിച്ചേ? സ്കൂളിൽ നിന്ന് കണ്ടതാ. അതെങ്ങനെ? സ്കൂൾ ഇപ്പൊ ഇവിടെയായിരുന്നോ? സ്കൂൾ ഇപ്പോൾ പഠിച്ചത് ഇവിടെ ആയിരുന്നു. അപ്പൊ ഞാനിവിടെ ഒരു ആവശ്യമായിട്ട് വന്നതാണ് സ്കൂളില്. എന്റെ പൊന്നെ. അപ്പൊ ഞാൻ ഫസ്റ്റ് അവിടെ നിന്നാണ് ആളെ കാണുന്നത്. എന്നിട്ട് ഏത് സ്കൂളിലോ ഏത് ക്ലാസ്സില്? സംഭവം ലോജിക് ആവണില്ല. എനിക്ക് എന്താണ് മനസ്സിലായില്ല. അവിടുന്ന് സ്കൂൾക്ക് എന്താ ആവശ്യം? അല്ല, ഞാൻ NSS പഠിക്കുമ്പോ അങ്ങനെ കണ്ടിട്ട് ഉണ്ടായതാ. അതിന് NSS എന്താന്നപ്പോ അന്റെ NSS പണി എന്താ? ഇജാസ് എന്തായിരുന്നു? കാക്കൊന്നല്ലായിരുന്നു. ഞങ്ങള് എന്താ സാറിന്റെ കൂടെ വന്നതാ ഫ്രണ്ടായിട്ട്. ഇത്ര നേരം കൊണ്ട് പ്രേമായോ? ഇല്ലല്ല, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാല് ഞാൻ അങ്ങോട്ട് കണ്ടു, എന്നെ തിരിച്ചു കണ്ടു. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി കോണ്ടാക്ട് ചെയ്തു, പിന്നെ നമ്പർ കിട്ടി. അല്ല ഇവരുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഭയങ്കര വിറ്റായിരുന്നു. ഇവര് ഭയങ്കര ഹൈറ്റ് ഡിഫറൻസാ. ഒന്ന് നിന്നേ ഒന്നുകൂടി ഞാൻ ഫ്രെയിമിന് പുറത്തു പോട്ടോ, അതാണ് സോറി. ഇത്രയായിട്ടുണ്ട്. പിന്നെ 6 അടിന്റെ ഉയരം ഞാനേ ഇരുന്നു. അപ്പൊ കല്യാണ പേരെന്ന് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇവര് ഭയങ്കര ഹൈറ്റ് ഡിഫറൻസ് ആണല്ലോ. ആളുകൾക്ക് കുറ്റം പറയല്ലോ എപ്പോഴും. അപ്പൊ ജീവിക്കണത് പോലല്ലോ, ഓലെ എങ്ങനെയാ ജീവിച്ചോട്ടെ. ആക്ച്വലി ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് നേരത്തെ അറിയില്ലായിരുന്നോ? വിചാരിച്ചിട്ട് പോകുമ്പോ അതിന്റെ അപ്പുറത്ത് കല്ലിന്റെ പുറത്തേക്കാണ്. ചിലപ്പോഴേ ഇങ്ങനെ നല്ല ഹൈറ്റ് കുറവുള്ള പെൺകുട്ടികൾക്ക് നല്ല ഹൈറ്റ് ഉള്ള പുരുഷന്മാരെ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയായിരുന്നോ? എനിക്ക് ഇഷ്ടണ്ടായിരുന്നില്ല ആദ്യം. കിട്ടതാണ്. എന്നിട്ട് എന്നാ പറ്റിയടാ? പിന്നെ സംസാരിച്ചിട്ട് എങ്ങനെയായിരുന്നു ഉമ്മാനെ സമ്മതിപ്പിച്ച അവസാനം? ഉമ്മയാണ് ആദ്യം സമ്മതിച്ചതെന്ന് എനിക്കറിയാം. ഉമ്മ ഇവിടെ ഒരുമിച്ച കടന്നിരുന്നത്. അപ്പൊ പിന്നെ ഒരുമിച്ച് പറഞ്ഞ് ഉമ്മ പിന്നെ ഉമ്മാനെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യിപ്പിച്ചിട്ടേ ഞാൻ ഓനെ കെട്ടുള്ളൂ, ഇനി വേറെ കെട്ടൂലെന്ന് പറയുമ്പോ ഉമ്മ പോരിച്ചു പോയി. അല്ല ശരിക്കും എന്തായിരുന്നു ഉമ്മനോട് പറഞ്ഞേ? അതന്നെ പറഞ്ഞു, ഞാൻ വേറെ കല്യാണം കഴിക്കില്ല, കെട്ടണമെങ്കിൽ ആളെ തന്നെ കെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉമ്മ ചോദിച്ചില്ലേ എന്റെ പൊന്നുമോളെ എനിക്ക് ഇവിടെ എവിടത്തെങ്കിലും മോളെ കാണണം എന്നപ്പോ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഉമ്മാക്ക് അപ്പൊക്കെ ദേഷ്യായിരുന്നു. ഒന്നും വിളിച്ചിട്ട് നല്ലോണം പറഞ്ഞു. 5000 അത്ര ഉള്ളെങ്കിലും ഭയങ്കര ബുദ്ധിയാ. ആ ബുദ്ധി പറഞ്ഞ ആളെന്താണ്, അങ്ങനെ പറഞ്ഞാ മതി, ഇങ്ങനെ പറഞ്ഞാ മതി, അങ്ങനെ ചെയ്താ മതി, ഇങ്ങനെ പറഞ്ഞാ പിന്നെ ഇവരൊക്കെ ഒരു സെറ്റ് ആയിരുന്നു. ഞാൻ മാത്രം ഒന്നും അറിഞ്ഞിരുന്നില്ല. അതെ, ഉമ്മ വരുമാനം വിളിച്ചിട്ട് നല്ലത് തന്നാ എന്നെ ഇടയ്ക്കൊക്കെ ഇപ്പോഴൊക്കെ കിട്ടലുണ്ട്. ഞാൻ പിന്നെ ഇനിയിപ്പോ എന്നാലും ഭാവിയിൽ മുഖത്ത് നോക്കണ്ടേ, ഒന്നും തിരിച്ചു പറയാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ കേട്ടവാവും നയിക്കണ്ട. ശരി എന്ന് പറഞ്ഞിട്ട് മൂത്ത പെങ്ങളും ഇവരൊക്കെ ഒരുമിച്ച് സംസാരിക്കലും ഇതൊക്കെ പിന്നെ ഞാൻ മാത്രം ഇഞ്ഞപ്പോ ഇതിനെതിരെ നിൽക്കണം എന്താ വെച്ചാൽ ഞാൻ അവനെ സമ്മതിച്ചതാണ്. അങ്ങനെ പിന്നെ കല്യാണം ഒക്കെ. അതിനിടയിൽ എപ്പോഴായിരുന്നു ഒരു യൂട്യൂബ് കുടുംബത്തിലേക്ക് മാറാമെന്ന് നിങ്ങളും തീരുമാനിച്ചത്?
ഞങ്ങള് ഇപ്പൊ അങ്ങനെ തീരുമാനിച്ചാല് ഓല് തീരുമാനിച്ചല്ല, ഞാനാ തീരുമാനിച്ചത്. കാരണം ഓൾറെഡി ചക്കര ഇവിടെ നമ്മുടെ ഫാമിലിയിൽ ഫുള്ള് വ്ളോഗിൽ എല്ലാത്തിലും ഓൾ ആദ്യം മുതലേ ഉള്ളതല്ലേ. അപ്പൊ പിന്നെ ഓൽക്ക് നമ്മൾ പ്രേക്ഷകർക്ക് ഇനിയിപ്പോൾ ഓരോ ജീവിതം വേറെ രീതിക്കാണ്. അപ്പോൾ ഓൽക്ക് ഒരു ചാനൽ ഞാൻ എന്നോ തുടങ്ങാൻ പറഞ്ഞു, ഗൾഫിലുള്ള ടൈമിലേ പറഞ്ഞിങ്ങനെ. ഞാൻ ഗൾഫിലിരിക്കുന്ന സമയത്ത് അളി ഇടയ്ക്കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷൂട്ടിങ്ങിന്റെ പർപ്പസ് ആയിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു നാട്ടിൽ വന്നിട്ട് കല്യാണമൊക്കെ ആയിട്ട് ചാനൽ നോക്കിക്കൂടെ വെച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു സഭാകമ്പുള്ള കൂട്ടത്തിലാണ്. മാത്രല്ല നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ചാനലൊക്കെ വെച്ച് എങ്ങനെ ജീവിക്കും അല്ലേ? അല്ല അതൊക്കെ, പക്ഷെ നമുക്ക് ഇതിന്റെ ABCD അറിയില്ലല്ലോ, എവിടെന്നാ തുടങ്ങണ്ടേ എങ്ങനെ കൊണ്ടുപോകണം നമുക്ക് അറിയില്ലല്ലോ അതിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ അളിനോട് പറഞ്ഞില്ല നമ്മൾ കൂടെ കൊണ്ട പരിപാടി അല്ലാതെ അന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അളിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചു. അപ്പൊ ആൾക്കറിയാവുന്നത് എന്നെ കുറെ ഹെൽപ്പ് ചെയ്യും, ഷെയർ ചെയ്തിട്ടൊക്കെ നമുക്ക് ഒരു അഡ്വൈസ് ആയിട്ട് തരും. അല്ല ഇപ്പൊ ഗൾഫിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ട്. അപ്പൊ പിന്നെ നമ്മളെ നാട്ടിൽ നിന്നിട്ട് നമുക്ക് ഗൾഫിലായാലും ഇപ്പൊ ഒരു പെർമനന്റ് ജോലി എന്ന് വെച്ചത് കണക്കാണ്, വല്ല ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടണം. അപ്പൊ നാട്ടിൽ എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യലി ഏത് രീതിക്ക് നല്ല സ്റ്റേബിൾ ആവുന്ന രീതിക്ക് തന്നെ ഇപ്പൊ അവനാന്റെ മക്കളെ എന്തായാലും നല്ലൊരു വരുമാനം കിട്ടുന്നതിനല്ല ഇപ്പൊ ഏത് മാതാപിതാക്കളും നിൽക്കും. കാരണം അവർക്കൊന്ന് സ്റ്റേബിൾ ആവണ വരെ ഇനിയിപ്പോ എന്ത് ജോലിയാണെങ്കിലും അത് നല്ല രീതിക്ക് കൊണ്ടുനടക്കാം. ഇനിയിപ്പോ അതിനൊരു ഫ്ലോപ്പ് ആണെങ്കിൽ വേറെ ബിസിനസ് നോക്കാം. അല്ല ഈ ചക്കരയുടെ എപ്പോഴും ചേട്ടൻ പറയണോ ഞാൻ ഇത്ര വലിയ വീടൊക്കെ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടൊക്കെ തന്നെ മാറിക്കോളാൻ, ഇങ്ങനെയുള്ള ഐഡിയ ഒന്നും തരില്ലേന്ന്? അല്ല ഞാൻ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ ഇപ്പൊ ഓല് 2 മക്കളുണ്ട്, ആ 2 ആൺകുട്ടികളാണ്. ഇനിയിപ്പോ ഓൽക്ക് എന്തായാലും ഇനിയിപ്പോ രണ്ട് ഫാമിലി ആകുമ്പോൾ ഓല് ഇനി വീടൊക്കെ വെക്കും. ഞാൻ പറഞ്ഞു ഈ ഒരു ടൈമിലൊക്കെ വീട് വെച്ചോളി. ഞാനിപ്പോ എന്താ വെച്ചാൽ കുറെ കൊളാബറേഷൻ ഒക്കെ ആയിട്ടാണ് ഞാൻ വീട് വെച്ചിട്ടുള്ളത്. അപ്പൊ കിട്ടുന്ന സമയത്തിന് എന്താണെന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്യാൻ പഠിക്കണം. അല്ലപ്പോ നമുക്കും സ്വാഭാവികമായിട്ട് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കാനാണ് നമുക്ക് താല്പര്യം. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇപ്പൊ ആളും കൂടി കല്യാണം കഴിച്ച് വരുമ്പോൾ പിന്നെ ആൾക്കൊരു പ്രൈവസി ഉണ്ടാവും, നമുക്കൊരു പ്രൈവസി. അവിടെ അവകാശവാദം ഉന്നയിക്കോ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനി അങ്ങനെ നമുക്ക് അറിയില്ല. എന്നാലും നമുക്കൊരു വീട് എന്നുള്ള നമ്മളൊരു നമ്മളൊരു ഇതാണ് ആഗ്രഹം. അപ്പൊ അതെനിക്കുണ്ട്. നടക്കട്ടെ അല്ലേ? ഈ ഗർഭിണിയായതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? നല്ല രീതി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത്? ചെയ്യണം. പിന്നെ അങ്ങനെ ഛർദിലായിട്ടൊന്നുമില്ല. ഇല്ല, ഇവൾക്കൊന്നും വലിയ പ്രശ്നമല്ല. എന്റെ പെണ്ണുങ്ങൾക്കായിരുന്നു പ്രശ്നം. അവൾക്ക് ഗ്ലൂക്കോസ് തന്നെയായിരുന്നു. അതൊക്കെ അളിയ പറയാനൊക്കെ എന്നോട് ഇങ്ങനെ അവൾക്ക് അങ്ങനെയായിരുന്നു, ഡെയിലി പോയി ഗ്ലൂക്കോസ് ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു തുള്ളിച്ചാടി വീണൊക്കെ എത്ര കുട്ടിയുണ്ട്? ഞാനാ കുട്ടി. അല്ല ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അയ്യോ ഇല്ലടാ, എന്റെ പൊന്നെ ഞാനറിയാതെ എനിക്ക് കുട്ടിയോ. അതെ അതെ, ഞാനൊരു 5 വർഷമായിട്ട് ഞാൻ കുട്ടിയായി ഇപ്പോഴും. അങ്ങനെ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ? എനിക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് ഉമ്മാനെയാണ്. ഞാനിങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് പറ്റുന്നില്ല, ഒരു മറുപടി എനിക്ക് തിരിച്ചു തരാനായിട്ട്. ഞാൻ പരമാവധി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കി. പക്ഷെ എന്താ വെച്ചാൽ ഉമ്മന്റെ ഉമ്മ ഹോസ്പിറ്റലിലുള്ള. അപ്പൊ പിന്നെ നമുക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം ഇപ്പൊ ഞാൻ പറയുമ്പോ പറയണ എന്റെ ഉമ്മയാണത്. ഇപ്പൊ ഉമ്മനോട് ഇങ്ങനെ വിളിക്കുമ്പോ ഉമ്മ പറയണ എന്റെ ഉമ്മയിലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. സിറ്റുവേഷൻ ഹോസ്പിറ്റൽ കേസാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല സത്യം. എന്തായാലും ഒരു ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു ഫാമിലിയെ കാണാൻ സാധിച്ചത് ഭയങ്കര സന്തോഷം. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും മരുമക്കളൊക്കെ മാറിക്കും, ഞങ്ങളില്ല കേട്ടോ, അത് ആ ഫാമിലി അല്ലേ, അങ്ങ് നടക്കട്ടെ എന്ന് പറയും. ഇത് ഭയങ്കര ചാടി നിൽക്കുന്ന ഒരു ഭർത്താവ്. അല്ല ഞാൻ അങ്ങനെ തന്നെ വന്നത് മീൻസ് കല്യാണം കഴിഞ്ഞ് എന്ന് ഇവിടെ എത്തിയിട്ടുണ്ടോ അന്ന് മുതൽ ഇവിടത്തെ അംഗം പോലെ തന്നെ. ഈ ഒരു സന്തോഷം നമ്മള് മരുമക്കളായിട്ട് കാണുമ്പോഴാ പ്രശ്നം. അത്രേ ഉള്ളൂ. ശരിയാ. ഞാൻ എന്റെ വൈഫ് ഹൗസ് പോലെ ടൗസറൊക്കെ ഇട്ട് അടുപ്പതിനെ ഞാൻ ആദ്യം കയറി തന്നെ അടുക്കളേക്കാവും. നമ്മളാ ഞാൻ മരുമകനാണ് ഇന്ന ഗമയില് കാണുന്ന പോലെ ഓലെന്താവും എനിക്ക് വരുമ്പത്തിന് ചായ കൊടുന്ന് തരണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ശരിയാണ്, അത്ര തന്നെ ഉണ്ടാവും. അവരായിട്ട് മിങ്കിളാവുമ്പോഴാണ് ഓൽക്കൊരു സന്തോഷം. കാരണം അല്ലാതെ നമ്മളൊരു മരുമക്കളായിട്ട് കാണുമ്പോൾ ഓൽക്കും പേടിയാവും. കാരണം ഓന് വരുമ്പോഴേക്കും ഓൻ ഇന്നമാതിരി ട്രീറ്റ് ചെയ്യണം. എനിക്കിനി പച്ചവെള്ളം വെച്ചെന്നാൽ എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഭാര്യന്റെ വീട്ടിൽ പോകുമ്പോൾ നിൽക്കാൻ ഒരു ചടപ്പും ഒരു മടിയൊക്കെ ഉള്ളത്. അപ്പൊ നമ്മള് ഈ വീട് ഇപ്പൊ ഭാര്യയോട് ആയിക്കോട്ടെ സ്വന്തം വീട് പോലെ അവരുടെ ഉപ്പാനേമാനെ നമ്മളെ ഉപ്പാനേമാനെ പോലെ കണ്ടെത്തുന്ന പ്രശ്നമുള്ളൂ. ശരിക്കും ഈ ഒരു സന്തോഷവും ഈ ഒരു സമാധാനവും ഒക്കെ എല്ലായ്പ്പോഴും വീട്ടിലുണ്ടാവട്ടെ. ഇനി വരുമ്പോ എല്ലാവരോടും ഒരുമിച്ച് കാണാൻ പറ്റട്ടെ. അങ്ങ് തമിഴ്നാട്ടിലുള്ള സിസ്റ്ററിനെ കൂടെ കൊണ്ടുവരുമോ? എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക്സ് ഫോർ യുവർ ടൈം. ഓക്കേ ബൈ. ഒന്നിന് ബൈ കൊടുത്തേക്കോ. ജർമ്മൻ ഇനി റിസൾട്ടുകളെടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala.